ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അനൂപിൻ്റെ ആ ഡാൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന്. ഈ ആഴ്ച ഞങ്ങൾ വന്നപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഇത് രാവിലെ സൈമൺ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ കാടൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ആ കാട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ വെള്ളനാട് മഴ പെയ്യും. കാരണം ഞങ്ങൾ എന്ന് കാടെടുത്താലും ഒരു വിത്തിൻ 2-3 ഡേയ്സ് മഴ കാണും. പിന്നെയും കാട് അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇത് രാവിലെ ഞാനും അനൂപും കൂടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഫിലിമിന് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനൂപ് എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനതെല്ലാം ബുക്ക് ചെയ്തു. അമ്മ വരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അമ്മ കൊണ്ടുവന്ന കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും കടലക്കറിയും എൻ്റെ ഫേവറേറ്റാണ്. രാവിലെ ഒന്ന് മേലൊക്കെ കഴുകി വന്നു. മേല് കഴുകാൻ പോകുന്നതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ പകുതി ഒന്ന് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഇന്ന് പുട്ടാണ്. അപ്പോൾ പുട്ടൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അമ്മയ്ക്കും അനൂപിനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി വിശേഷം. ഞാൻ പുട്ടിൻ്റെ കൂടെ ഒരുമിച്ച് തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ആ തേങ്ങ മാത്രമായിട്ടിരിക്കുന്ന എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരുമിച്ച് പുട്ടിൻ്റെ മാവിൻ്റെ കൂടെ ഇത്രയും ഒരു പിടി തേങ്ങ ഇട്ടിട്ട് വരവിയാണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് അമ്മയ്ക്കും അനൂപിനും വേണ്ടിയിട്ടാണ് ഈ ബുൾസൈ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ബുൾസൈ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഉച്ചയ്ക്കുള്ള കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് ചോറ് വയ്ക്കുന്നില്ല. അനൂപ് കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയും മീൻകറിയും മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മിക്കവാറും ഉള്ളിലത്തെ കിച്ചണിൽ നിന്നായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഉച്ചയ്ക്കുള്ളതെല്ലാം ഇവിടെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഇങ്ങ് കൊണ്ടുവരാറുണ്ട്. കാരണം അത് പ്രഷർ റിലീസ് ആകുമ്പോൾ അതിൻ്റെ എല്ലായിടവും തെറിക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലായിരിക്കും. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനും നല്ലൊരു രസമാണ്. പ്രകൃതി ഭംഗി ഫുൾ ആസ്വദിച്ചുകൊണ്ട് കണ്ടോ, ഫുൾ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. മീൻ ഞാൻ രാവിലെ മേലെ കഴിയുകൊണ്ട് പിന്നെ എനിക്ക് മീനിൻ്റെ അത് ക്ലീൻ ചെയ്തിട്ടാണ് മേടിച്ചത്. പിന്നെ എൻ്റെ തൊലി ഉരിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയാണ് മീനൊക്കെ ക്ലീൻ ചെയ്തത്. സൈമൺ നല്ലോണം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ കാർ പോർച്ചിൻ്റെ ആ ഫുൾ സൈഡും താഴോട്ടുള്ള ഏരിയയും ഫുൾ കാട് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെപ്പോഴാണ് അടുത്ത കാട് പിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഉച്ച കഴിഞ്ഞു. ഞാനൊന്ന് പൂജ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. പൂജ റൂം ഒന്ന് തൂത്ത് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ വിളക്ക് കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇന്നോട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ പൂജ റൂം ഒന്ന് ഓൾറെഡി ഞാൻ തൂത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് തുടയ്ക്കണം. തൂത്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. തുടയ്ക്കണം.
അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഗാർഡനിങ് ആവുമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ വത്സല കുഞ്ഞമ്മയാണ് എനിക്ക് ഈ ചെടി തന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം പടർന്നു വന്നു. അപ്പോൾ അതൊന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു, വേഗം വരികയാണ് വിളക്ക് കത്തിക്കാനായിട്ട്. ഓൾമോസ്റ്റ് 6-10 കൊണ്ടായി. പെട്ടെന്ന് പോയി വിളക്ക് തേച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചിട്ട് കാണാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുറത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്നത് എൻ്റെ അടുത്ത് ഒരു അസ്ട്രോളജർ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അഗർബത്തി കത്തിച്ച് വെക്കുന്നത് ഒരിക്കലും മുടക്കല്ല. രാവിലെയും വൈകിട്ടും അഗർബത്തി കത്തിക്കും. വിളക്കൊക്കെ കത്തിച്ചു, നാമം ജപിച്ചു. ഇനി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ വർഷത്തെ പുതിയൊരു ഹോബിയെക്കുറിച്ച്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. യാണും മേടിച്ചിട്ടുണ്ട്, ക്രോഷ്യ നീഡിൽസും മേടിച്ചിട്ടുണ്ട്. ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസ് കണ്ടു പഠിക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാനായിട്ട് അറിയാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഞാനൊരു കുറച്ച് ദിവസം കൂടെ ചെയിൻ സ്റ്റിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തെറ്റിപ്പോവും. ഞാൻ നല്ല എളുപ്പം എന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ടഫാണിത്. എന്നായിരുന്നാലും ഞാൻ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് എന്താ ഹാഫ് ഡബിൾ സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പഠിച്ചു വരണം. അപ്പോൾ ഇനി കുറച്ച് നേരം വിളക്ക് കത്തിച്ചു, കുറച്ച് നേരം ഇതിൻ്റെ ട്രെയിനിങ്ങിലാണ്. അപ്പോൾ യൂട്യൂബ് കണ്ട് കുറച്ച് നേരം ഇതൊന്ന് ചെയ്ത് നോക്കാം. വൈകിട്ട് ഡിന്നർ അങ്ങനെ വലിയ കലാപരിപാടിയൊന്നും കാണില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും മതി. അനൂപ് പുറത്തുനിന്ന് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എന്താണെന്നുള്ളത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഡിന്നർ 7 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. എനിക്ക് എന്തെങ്കിലും മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി പുട്ട് നനച്ച് തിരിപ്പുണ്ട്. ചിലപ്പോൾ ഞാനും അമ്മയും അത് തന്നെയായിരിക്കും കഴിക്കുന്നത്. അനൂപിന് പുട്ട് വേണ്ട, അനൂപ് വേറെ എന്തെങ്കിലും മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. ഞാൻ ക്രോഷ്യ ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് അനിയമാമൻ വന്നിരുന്നു. അനിയമാമൻ വന്നിട്ട് അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അനിയമാമൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് അനിയമാമൻ്റെ അടുത്ത് വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനൂപ് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് അനിയമാമൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഓൾമോസ്റ്റ് ഒരു 6:45 ആയി ഞങ്ങൾ അനിയമാമൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ. 6:45-7 മണിയൊക്കെ ആയി. ഇതാണ് മാമൻ്റെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അനിയമാമൻ്റെയും കുഞ്ഞമ്മയുടെയും വീട്ടിലേക്ക്. അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഞങ്ങൾ നേരത്തെ പോയി. അപ്പോൾ ഇത് അനിയമാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. മാമൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു നമുക്ക് കറങ്ങി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഫി കേക്ക്സിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കനും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. അമ്മയും ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഫാനാണ്. ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം കടന്നുപോയത്. ഡിന്നർ വളരെ ലൈറ്റായിട്ട് കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അനൂപ് എന്നെ ടെംപ്റ്റ് ചെയ്ത് അവസാനം ബ്രോസ്റ്റഡ് ചിക്കനിലാണ് ഞങ്ങൾ ചെന്ന് നിന്നത്. ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു, കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അമ്മയുടെ കൂടെ സുഡോക്കു ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ പോയി കിടന്നു.
ഞാൻ ഇനി ഒന്ന് മെയിൽ കഴുകും, അത് കഴിഞ്ഞ് കുറച്ച് നേരം യൂട്യൂബ് കാണും, പിന്നെ കിടന്നുറങ്ങും. മിക്കവാറും ഉള്ള എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരെയ്ക്കും അഡിയോസ്.